മാതാപിതാക്കൾ ഉൾപ്പെടെ ആ കുട്ടി ഉൾപ്പെടെ അതാത് ക്ഷേത്രങ്ങളിൽ ദേശാധിപതിയായി നിൽക്കുന്ന ക്ഷേത്രങ്ങളിലോ മൂലകുടുംബ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഗ്രാമദേവതാ ക്ഷേത്രങ്ങളിലോ നമ്മൾ പോയി ആ ഭഗവാനോടെ തൊഴുത് പ്രാർത്ഥിച്ച് ആ ഭഗവാന്റെ അടുത്ത് അനുഗ്രഹത്തിന് അപേക്ഷിച്ച് അടുത്ത വർഷവും ഇതുപോലെ സമ്പൽ സമൃദ്ധമായി തിരിച്ചു വന്നോളാം പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഏറ്റവും നല്ല ദിവസവുമാണ് അന്നത്തെ ദിവസം. നമ്മുടെ പിറന്നാൾ ദിവസം നിർബന്ധമായി മാതാപിതാക്കൾ ഉൾപ്പെടെ മാതാപിതാക്കളോട് കൂടി മകനോ മകളോ അമ്പലത്തിൽ പോയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠത. ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അന്നത്തെ ദിവസം നമ്മുടെ കുട്ടി ഉണ്ടായപ്പോൾ ആ കുട്ടിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒന്നോ രണ്ടോ പേർക്ക് അന്നദാനം കൊടുക്കുക, ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കുക, ആർക്കെങ്കിലും കുറച്ച് വസ്ത്രം കൊടുക്കുക, അങ്ങനെ ദാനധർമാദികൾ ചെയ്യുന്നത് അതിലും കേമാണ്, അതിലും ഗംഭീരാണ്. നിങ്ങൾ കുടുംബത്തിൽ സദ്യ ഒന്നും വെക്കണമെന്നില്ല. പിറന്നാളിന് സദ്യ വേണമെന്നൊക്കെ ആരാ പറഞ്ഞേക്കണം? ഒരു സദ്യ നിർബന്ധമില്ല.